ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതൊരു സ്പെഷ്യൽ ഈസി സ്നാക്കാണ്. പഴം വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെ ആയാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലൊക്കെ ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യും നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു തേങ്ങ ചെറുതായിട്ട് കളറ് മാറി വരുന്നവരെ നന്നായിട്ട് നെയ്യിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ തേങ്ങ ഏകദേശം കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് അവിലായാലും കുഴപ്പമില്ല, വൈറ്റ് അവിലായാലും ഇതുപോലെ ഈ ബ്രൗൺ കളറുള്ള അവിലായാലും കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമുള്ള അവിലെടുക്കാം. ഇനി ഈ അവിലും കൂടെ ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് ഒന്ന് വറുത്ത് കിട്ടണം. അപ്പോൾ നെയ്യിലിട്ട് വഴറ്റിയെടുക്കുന്നത് കാരണം അവിലും നല്ല ടേസ്റ്റി ആയിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ അവിൽ ഏകദേശം കുറച്ച് സമയം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 1.5 അത്യാവശ്യം വലിപ്പത്തിലുള്ള 1.5 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പഴം എടുക്കുന്ന സമയത്ത് അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റും മധുരമൊക്കെ കിട്ടുകയുള്ളൂ. ഒന്ന് ഉടഞ്ഞ് കിട്ടുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴുത്ത പഴമാണെങ്കിൽ മാത്രമാണ് കറക്റ്റ് ആ ഒരു സ്ട്രക്ചറിൽ കിട്ടുകയുള്ളൂ. പിന്നെ ഈ ഒരു സമയത്ത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ പഴമൊക്കെ അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ പഴം കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും. ശർക്കര ആകുമ്പോൾ ആണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ശർക്കര ഞാനൊരു 1.5 അച്ച് ശർക്കര ഇതുപോലെ ചതച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ശർക്കര കുറച്ച് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതാവുമ്പോൾ കുറച്ചും കൂടെ പഴം ഒന്നും കൂടെ വെന്ത് കിട്ടാൻ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ നന്നായിരിക്കും. ഇനി ശർക്കര പെട്ടെന്നൊന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ശർക്കര അതിൽ ഉരുകിയിട്ട് പഴം ഒന്നും കൂടെ അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ നേന്ത്രപ്പഴത്തിന് പകരമായിട്ട് ചെറുപഴം വെച്ചിട്ടും ചെയ്തെടുക്കാം. ടേസ്റ്റ് രണ്ടിലും വ്യത്യാസം ഉണ്ടാവും. കൂടുതൽ ടേസ്റ്റ് നേന്ത്രപ്പഴം വെച്ചിട്ട് തന്നെയാവും. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ഇതിൽ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരണം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ ചട്ടക വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പഴമൊക്കെ നന്നായിട്ട് കിട്ടണം. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ അതിൽ കിടന്നിട്ട് ആകുമ്പോൾ തന്നെ പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഇത് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉടച്ചെടുക്കാം. ഇനിയൊരു കൂട്ട് ഉരുട്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഉരുട്ടിയെടുക്കാൻ കുറച്ചും കൂടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അരിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറി കിട്ടാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു ബാറ്റർ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ദോശമാവാണ്. അപ്പോൾ ഉഴുന്നൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ള ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഒരു മാവിന് പകരമായിട്ട് മൈദമാവ് ഉണ്ടാക്കിയെടുത്താലും മതിയാവും. കുറച്ച് വെള്ളത്തിൽ കുറച്ച് കട്ടിയിൽ കലക്കിയിട്ട് അങ്ങനെ എടുത്താലും മതിയാവും. അപ്പോൾ ദോശമാവാകുമ്പോൾ വേറൊരു ടേസ്റ്റും കാണാനും കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. മൈദമാവായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസായി പോവരുത്, എന്നാൽ ഒരുപാട് ഭയങ്കര കട്ടിയായിട്ടും പോവരുത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് മാവ് വേണ്ടത്, ലൂസായി പോവരുത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ഓരോ ബോൾസാക്കി എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ഉന്നക്കായുടെ ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതുപോലെ ഉരുട്ടിയെടുക്കാവുമ്പോൾ ഒന്നും കൂടി എളുപ്പമാണ്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ അരിപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തത് കാരണം പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കുകയും ചെയ്യാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള ഇവ ഓരോന്നായിട്ട് എടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് ഈ ഒരു എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദോശമാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് കാരണം കാണാനും നല്ല ഭംഗിയാണ്, നല്ലൊരു ടെക്സ്ചറിലും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. ഇനി ദോശമാവ് കയ്യിലില്ലെങ്കിൽ മൈദമാവ് വെച്ചിട്ടും ചെയ്തെടുക്കാം. കുറച്ച് കട്ടിക്ക് കലക്കിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് ഓരോ ഭാഗവും ആയാൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് എല്ലാ ഭാഗവും ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് കളറ് മാറി ബ്രൗൺ കളറായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും. പെട്ടെന്ന് റെഡിയാവുന്ന സ്നാക്ക് തന്നെയാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും, കൂടുതൽ ടൈമൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.